എല്ലാവർക്കും നമസ്കാരം. കാട്ടിൽ നിന്ന് രാജാവ് റോട്ടിൽ വന്നാൽ പിന്നെ ട്രാഫിക് കൺട്രോളർ ഒക്കെ ആനസാറുടെ അടുത്താണ്. എന്നാൽ പിന്നെ ചില നാട്ടുകാർക്കോ അവനെ തിരിച്ചയക്കാനുള്ള കലിപ്പും കൂടി ആയാലോ സംഗതി ബെസ്റ്റ്. പ്രിയപ്പെട്ടവരെ, മുത്തങ്ങയുടെ മണ്ണിൽ അല്പം സിനിമ സ്റ്റൈൽ രംഗങ്ങൾ അരങ്ങേറി. കാടിൻ്റെ പടിവാതിൽക്കൽ റോഡിൽ വന്ന് മസിൽ പിടിച്ച കാട്ടാനയെ മോട്ടോർ ബൈക്കിൽ വട്ടം കറക്കി ഒരു സുഹൃത്ത്. മാസ് എൻട്രി എന്ന് തന്നെ പറയാം. ഇനി ഇദ്ദേഹം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനോ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനോ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ആനയെ കളിപ്പിക്കാൻ അറിയുന്ന അല്ലെങ്കിൽ ഒരു നാട്ടുകാരനായിരിക്കാം. ഇപ്പം ഇങ്ങനെ തിരിഞ്ഞിട്ട് ലെവൻ അവൻ്റെ കൂടെ ഒരു പോക്കുണ്ട് മോട്ടോർ ബൈക്കിൻ്റെ പിന്നാലെ. സബാഷ്, അതൊന്ന് കാണുക തന്നെ വേണം. അവൻ മോട്ടോർ ബൈക്ക് കൊണ്ട് കാലി ചവിട്ടി റിവേഴ്സ് വരികയാണ് ഇവനെ കലിപ്പ് പിടിപ്പിക്കാൻ വേണ്ടി. കണ്ടാ, ഹായ്. ആ ബസ്സിലെ ഡ്രൈവറോ കണ്ടക്ടറോ ആരോ ഇറങ്ങിയിട്ടുണ്ട്, അവനും ഓടി. കണ്ണ് തള്ളിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ബൈക്കിന് പിന്നാലെ ആന ഓടിയെങ്കിലും ആനയെ വട്ടം കറക്കി അദ്ദേഹം രക്ഷപ്പെടുന്നു. വീണ്ടും ആനയെ തിരിച്ചുവിടാൻ ശ്രമിക്കുന്നുണ്ട്. നെഞ്ചിടിപ്പ് കൂട്ടുന്ന നിമിഷങ്ങളായിരുന്നു. ഏതായാലും അതിശയവും നെഞ്ചിടിപ്പും കൂടിയെങ്കിലും ഇവൻ്റെ ഉദ്ദേശം എന്താണെന്ന്, അല്ലെങ്കിൽ ഇവൻ്റെ പരാക്രമത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പിന്നീടാണ് മനസ്സിലായത്. അതാ വരുന്നു ഒരു കാട്ടുകൊമ്പൻ. ഇവന് വഴിയൊരുക്കുവാൻ വേണ്ടിയാണ് മറ്റേ ചങ്ങാതി ആദ്യം റൂട്ടിലിറങ്ങിയത് എന്ന് നമുക്ക് അനുമാനിക്കാം. പക്ഷേ ഇവനും കൂടി ഇറങ്ങിയപ്പോൾ രംഗം കുറച്ചൊന്ന് വഷളായി. അപ്പോഴേക്കും ഫോറസ്റ്റുകാരെത്തി നമ്മളെ തിരിച്ചു വിടുകയാണ് ചെയ്തത്. തൽക്കാലം നിങ്ങൾ തിരിച്ചു പോവുക, ഇനി ഇതിലെയൂടെ യാത്ര ഞങ്ങൾ മെസ്സേജ് തരും, അപ്പം മുന്നോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങളെ തിരിച്ചയച്ചു. ഏതായാലും മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു. ഇത് കണ്ട് വന്യമൃഗങ്ങളെ കാണുമ്പോൾ നമ്മളൊന്നും ഇതുപോലെ പ്രതികരിക്കാൻ പോകരുത്. വന്യമൃഗങ്ങളെ കാണുമ്പോൾ ആരും ഇത്തരം സാഹസങ്ങൾക്ക് മുതിരരുത്. സ്വയം സുരക്ഷിതത്വമാണ് ആദ്യം നോക്കേണ്ടത്. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ.